വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവനവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. വചന വിചിന്തനം. യേശുക്രിസ്തുവിന്റെ കരുണാർദ്രമായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന മനോഹരമായൊരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം. തങ്ങളുടെ ദൗത്യങ്ങൾ കഴിഞ്ഞുവരുന്ന ശിഷ്യന്മാർ അവരുടെ റിപ്പോർട്ട് യേശുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതെല്ലാം യേശു ക്ഷമയോടെ കേൾക്കുന്നു. നമ്മുടെ ആകുലതകളെല്ലാം ക്ഷമയോടെ കേൾക്കുകയും നമ്മുടെ നന്മയ്ക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ക്ഷീണിതരും വിശ്രമം ആവശ്യമുള്ളവരുമായ ശിഷ്യരെ വിശ്രമത്തിലേക്ക് യേശു ക്ഷണിക്കുന്നു. ഇവിടെ ശാരീരികമായ വിശ്രമമല്ല നടക്കുന്നത്, മറിച്ച് ആഴത്തിലുള്ള ആത്മീയ വിശ്രമത്തിലേക്കാണ് യേശു ക്ഷണിക്കുന്നത്. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ദൈവത്തിൽ വിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് വചനം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം പ്രധാനമാണ് വേദനിക്കുന്നവരെ പരിപാലിക്കുന്നത്. യേശു തൻ്റെ വിശ്രമത്തിനിടയിലും ആവശ്യമുള്ള ആളുകളെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ കാണിക്കുന്നു. നമ്മുടെ ഭാരങ്ങൾക്കും ക്ഷീണങ്ങൾക്കുമിടയിൽ നഷ്ടപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും പരിപാലിക്കാൻ നമുക്കാകണം. കൂടെയുള്ളവരെ കേൾക്കാനും അവരോടൊപ്പം വിശ്രമിക്കാനും സാധിച്ചാൽ നാം കരുണയുടെയും കരുതലിൻ്റെയും വെട്ടമായി മാറും. വേഗതയേറിയതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഈ ലോകത്തിൽ നമ്മെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും ഇറക്കി വെച്ച് വിശ്രമിക്കാം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. യേശുവിൻ്റെ ദയയുടെ മാതൃക സ്വീകരിച്ച് അനേകർക്ക് സൗഖ്യം നൽകുന്നവരാകാം.